ഓം അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഓതാരം രത്നധാതമം. ഓം. ഇന്ന് വേദത്തെ സംബന്ധിച്ച്, വേദത്തിലെ മന്ത്രങ്ങളെ സംബന്ധിച്ച്, അവ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രസക്തമാണെന്നതിനെക്കുറിച്ച് അല്പമൊന്നും ചിന്തിക്കാം. വളരെ പ്രാചീന കാലം തൊട്ട് അറിയപ്പെടുന്ന ഗ്രന്ഥസമുച്ചയമാണ് വേദങ്ങൾ. വേദങ്ങൾ ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകമനുസരിച്ച് ഈശ്വരനിൽ നിന്ന് നേരിട്ട് കിട്ടിയ ഗ്രന്ഥസമുച്ചയങ്ങളാണ്. നേരിട്ട് ഈശ്വരനിൽ നിന്ന് ഒരു നിശ്വാസം പോലെ വന്നു എന്ന് പറയപ്പെടുന്നവയാണ് വേദങ്ങൾ. അപ്പോൾ അത് മനുഷ്യ ജീവിതത്തിൻ്റെ ഓരോ ഘടകങ്ങളിലും, ഓരോ ഘട്ടത്തിലും, ഓരോ നിർണായകമായ സമയങ്ങളിലും വേദങ്ങൾക്ക് നിർദ്ദേശിക്കാവുന്ന ചിലതുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മുടെ പ്രയാസങ്ങളും രോഗങ്ങളും എല്ലാം അല്പനേരത്തേക്കെങ്കിലും നമുക്ക് നമ്മിൽ നിന്ന് അകറ്റാൻ കഴിയുമെന്ന് പ്രാചീന ഋഷിമാർ വിശ്വസിച്ചു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ. മനുഷ്യൻ്റെ മനസ്സാണ് ഏറ്റവും വലിയ ഉപകരണം. മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത പക്ഷം മനസ്സ് എന്ന് പറയുന്നത് ഒരു കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ, പൊട്ടിപ്പോയ പട്ടത്തെ പോലെ ഉയർന്ന് പറക്കുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മെ തന്നെ കൈവിടുമ്പോൾ നാം അല്ലാതായിത്തീരുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ദുരിതം സംഭവിക്കുന്നതെന്ന് ഋഷി പലതവണ ആലോചിക്കുകയും മനുഷ്യ മനസ്സ് എന്ന് പറയുന്ന പ്രഹേളികയെ സ്വപരിധിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നിയന്ത്രണങ്ങളെക്കുറിച്ച് വേണ്ടിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. പലപ്പോഴും നാം നമ്മുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള യാത്രയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സഹായകരമാവുക പ്രകാശസ്വരൂപമാണ്. കാരണം നമ്മുടെ ഉള്ളിലെല്ലാം, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ, എൻ്റെ ഉള്ളിൽ കവിതയുണ്ട്, മറ്റൊരാളുടെ ഉള്ളിൽ കഥയുണ്ട്, വേറൊരാളുടെ ഉള്ളിൽ ചിത്രരചനയുണ്ട്, ഇതൊന്നുമല്ലാത്ത മറ്റൊരാളുടെ ഉള്ളിൽ സംഗീതമുണ്ട്, മറ്റൊരാളുടെ ഉള്ളിൽ ഗണിതമുണ്ട്, ശാസ്ത്രമുണ്ട്, മറ്റ് അനവധി കലാപദ്ധതികളും വിനോദങ്ങളും സാംസ്കാരിക പൈതൃകങ്ങളും ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ നമ്മുടെ ഉള്ളിലെല്ലാം ഒളിഞ്ഞിരിക്കുന്ന ഈ അസാധാരണമായ പ്രകാശത്തെ ആര് പ്രകാശിപ്പിക്കുന്നുവോ, ആരാണ് ആ ശക്തിയിലേക്ക് നമ്മെ കൊണ്ടുവരുന്നത്, അതുകൊണ്ട് ഭഗവാൻ പ്രകാശസ്വരൂപനാണ്. ഭഗവാൻ ഒരു പ്രകാശസ്വരൂപനായി തീർന്നിരിക്കുന്നു. കാരണം നമ്മുടെ ഉള്ളിലുള്ള എല്ലാവിധ അറിവുകളെയും, നമ്മുടെ ഉള്ളിലുള്ള എല്ലാവിധ ചിന്തകളെയും, കലയെയും, സാംസ്കാരിക പൈതൃകത്തെയും, സ്നേഹത്തെയും എല്ലാം പ്രകാശിപ്പിക്കുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ട് ആ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തേക്ക് പ്രകാശിപ്പിക്കുന്നവനാകയാൽ ഭഗവാൻ പ്രകാശസ്വരൂപനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ എല്ലാവരും അഗ്നി എന്ന് വിളിച്ചു. കാരണം നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെയും നമ്മുടെ ലോകത്തുള്ള നിരവധി അദൃശ്യമായ ശക്തികളെയും ഒരുമിച്ച് നിർത്തുന്ന സഞ്ചാലകമായ ഒരു ശക്തി എന്ന അർത്ഥത്തിൽ അഗ്നി എന്ന പദം ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ ഋഗ്വേദത്തിൽ ഒരുപക്ഷെ മനുഷ്യരാശിയിലെ ഒന്നാമത്തെ പുസ്തകമായ ഋഗ്വേദത്തിലെ ഒന്നാമത്തെ മന്ത്രം തന്നെ അഗ്നിയിലാണ് ആരംഭിക്കുന്നത്. അഗ്നിമീളേ പുരോഹിതം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ആരംഭിക്കുകയാണ്. കാരണം ആ ആരംഭത്തിനകത്ത് അദൃശ്യമായ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ എല്ലാ ശക്തികളെയും പ്രകാശിപ്പിക്കുന്ന, നമ്മുടെ ചിന്തകളെ മുഴുവൻ നമ്മുടെ ഉള്ളിലേക്ക് വലിച്ചടിപ്പിക്കുന്ന, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാനുതകുന്ന അദൃശ്യമായ എല്ലാ വിധത്തിലുമുള്ള സാംസ്കാരിക ശക്തികളെ എങ്ങനെയാണ് ഹൃദയംഗമമായി പ്രകാശിപ്പിക്കുക, ആ പ്രകാശം ഏത് രീതിയിൽ നമുക്ക് നമ്മളിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ അങ്ങനെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പ്രകാശ സ്വരൂപനായ അഗ്നിയെ ഉപാസിക്കുന്നവന് ഒരു കാരണവശാലും ദുഃഖമുണ്ടാവില്ല. ദുഃഖത്തെ ഉപാസിക്കുന്നവനെ ദുഃഖം ഉണ്ടാവും. പലപ്പോഴും നമ്മുടെ പൂർവികന്മാർ അതിശക്തരാണെന്നും അവരുടെ കഴിവുകൾ വളരെ ഉയർന്നതാണെന്നും അവരുടെ ആ വലിയ ശേഷിക്ക് മുമ്പിൽ നമുക്കും അതേപോലെ ആയിത്തീരാനുള്ള ഒരു വലിയ പാത കിടപ്പുണ്ടെന്നും നാം തിരിച്ചറിയണം. ഋഷിമാരെല്ലാവരും പറഞ്ഞു, പൂർവ്വ വിദ്വാൻമാർ, പൂർവ്വദേവതകൾ എങ്ങനെ ഉപാസിച്ചിരുന്നുവോ, എങ്ങനെ ജീവിച്ചിരുന്നുവോ
അതുപോലെ നമ്മളും ജീവിക്കണം എന്നായിരുന്നു പൂർവ്വ ഋഷിമാരുടെ വാക്കുകൾ. അതിനാൽ തന്നെ പൂർവ്വ ഋഷിമാർ നമ്മുടെ ഉള്ളിലുള്ള എല്ലാവിധ കഴിവുകളെയും വളരെ ശക്തമായി പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നതിനു വേണ്ടി, നമ്മുടെ എല്ലാവിധത്തിലുള്ള ശക്തിയെയും ശക്തി സ്രോതസ്സുകളെയും പുറത്തേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി പ്രകാശസ്വരൂപനായ അഗ്നിയെയാണ് ഉപാസിച്ചത്. അതീവ രഹസ്യമായ ഒരു സംഗതിയാണ് ഈ പ്രകാശസ്വരൂപം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഉള്ളിൽ കഴിവുണ്ട്, എന്നാൽ ആ കഴിവ് നാം തിരിച്ചറിയുന്നില്ല. നാം തിരിച്ചറിയാത്ത പക്ഷം നമുക്ക് ദുഃഖമുണ്ടാവും. നമ്മുടെ കഴിവുകളെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാത്തവർക്ക് ദുഃഖമുണ്ടാവും. ആ ദുഃഖമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുക. ആ പ്രതിസന്ധിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? ആ ദുഃഖത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? നമുക്ക് എങ്ങനെയാണ് ഈ ദുഃഖത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുക? നമ്മുടെ ഉള്ളിലുള്ള ശക്തി സ്രോതസ്സിനെ തിരിച്ചറിയുക. ചിലർ നല്ല കവിത എഴുതുന്നവരായിരിക്കും, അവരുടെ ശക്തി സ്രോതസ് കവിതയായിരിക്കും. ചിലർ നന്നായി ചിത്രരചനകൾ ഏർപ്പെടും, നല്ല ചിത്രങ്ങൾ വരയ്ക്കുന്നത് അവരുടെ ശക്തിയാണ്. ആ ശക്തിയെ ചിലർക്ക് ധനമുണ്ടാക്കാൻ കഴിയും, അത് അവരുടെ ശക്തിയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ, ശക്തി സ്രോതസ്സിനെ തിരിച്ചറിയുകയും അതിനെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നവനാകയാൽ ഭഗവാൻ പ്രകാശസ്വരൂപനും അഗ്നിസ്വരൂപനുമാണ്. അഗ്നിയെ കണ്ട് ഉപാസിക്കുന്ന ഏതൊരു ഉപാസകന്റെ ഉള്ളിലെയും ഉറങ്ങിക്കിടക്കുന്ന ശക്തിയെ പുറത്തിറക്കി കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് അതിനു വേണ്ടിയായിരിക്കണം അഗ്നിയെ നാം ഉപാസിക്കുന്നത്. എങ്ങനെ അഗ്നിയെ ഉപാസിക്കാം എന്ന വിഷയം നമുക്ക് നാളെ ചർച്ച ചെയ്യാം.